ആവേശകരമായ നൂസ്രിനി Third boy is letter C. Third boy letter F. Hamid Irfan Team Isfahan Secret 3 points. Second prize letter A. Adil Team Division B grade 6 points. The grade first letter E. Abdul Basit Team Dehran B grade 7 points. Congratulations for winners. തുടരുന്നു വേദിയിൽ തെളിഞ്ഞിരിക്കുന്നു ലെറ്റർ ബി. ജഡ്ജസ് പ്ലീസ് നോട്ട് ലെറ്റർ ബി. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥ തലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫി ഗീതം. കലയെ കൊലവിളിക്കുന്ന സൂഫി ഗീതത്തെ മരീമസ്യമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ചമസ്താനെ തനത് ഇസ്ലാമിക ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ. കഫ്നൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. കഫ്നൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ചമസ്താന് മദ്ദ് പിടിച്ചതാണ്. മദ്ദ് പിടിപ്പിച്ചതോ ഹബീബരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സൃഷ്ടി വൈശിഷ്ട്യങ്ങളുടെയൊക്കെ ഏകനായ ഉടയവനിലേക്ക് ഹൃദയ ചുംബനങ്ങൾ അർപ്പിക്കാൻ ഏക തുണ ഹബീബ് തങ്ങളാണ്. നശ്വരമായ ഈ സഞ്ചാരി ജീവിതത്തിന് അർത്ഥവും ആത്മാവും നൽകുവാൻ മുത്ത് തങ്ങളോടും യോജിതരായവർ ആരുണ്ട്? ഇച്ച പാടുന്നു. കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനിസൈദി ഹലറത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനിസൈദി ഹലറത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിന്റെ ആരോഗ്യാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അത് ആത്മാവിന്റെ പരിശുദ്ധ പരിതസ്ഥിതി കൂടിയാണ്. തടിക്കും കൽബിനും ആയുരാരോഗ്യം പ്രദാനം ചെയ്യുവാൻ മുത്ത് തങ്ങളുടെ ഹളറത്തിനോടും വലിയ മരുന്ന് മറ്റൊന്നുമില്ല. ഇച്ച അവസാനിപ്പിക്കുന്നില്ല. നാളെ ആഖിറത്തിൽ മുത്ത് നബിയുടെ വിരുന്ന് സൽക്കാരത്തിൽ മുൻപന്തിയിൽ സ്ഥാനമുറപ്പിക്കുവാൻ തുണ തരണേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. മൂപ്പരം വിരുന്നിലും മൂടടിച്ച് തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വെട്ടിയെടുക്കണേ. മൂപ്പരം വിരുന്നിലും മൂടടിച്ച് തിരിക്കണേ മുസ്തഫായ മുഹമ്മദിന്റെ മുറാദ് വെട്ടിയെടുക്കണേ. കഫ്നൂനെ കമാലിയത്ത് ഖദം പിടിച്ച് മണക്കുവാൻ ഖാദിറായ മുഹമ്മദോട് കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ, കരഞ്ഞു നിണ്ട് കൊതിച്ചു ഞാൻ. ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ ഒച്ചകൾക്ക് പിന്നാലെ തുടിച്ചു കൊണ്ടിരിക്കും. മനസ്സുകളെ ഭ്രമിപ്പിക്കുന്ന ആശാമ രീതികൾ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഹൃദയത്തെ ബലി കൊടുക്കാതിരിക്കാൻ കഴിയണം. അവിടെയും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അഗൈതമായ പ്രതീക്ഷ. ചമസ്താന്റെ മറ്റൊരു വിരുദ്ധം ഇങ്ങനെയാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകി നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിന് തഴുകി നമ്പിയെ നമ്പിക്കൊണ്ട്.
തങ്കച്ചിപ്പെണ്ണ് മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചിപ്പെണ്ണ് എന്നതുകൊണ്ട് മസ്താൻ ഉദ്ദേശിച്ചത് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മർത്യ മനസ്സുകളെയാണ്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടേനേ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കൂടാതെ ചൊല്ലിടേനേ. സുന്ദരമതം ഇസ്ലാമിനെയാണ് താമരത്തോട്ടം കൊണ്ട് മസ്താൻ സൂചിപ്പിക്കുന്നത്. തായാർ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്കച്ചിപ്പെണ്ണാകുന്ന ഹൃദയത്തോടെ വഴിക്കാഴ്ചകളിൽ അഭിരമിക്കാതെ മുത്ത് നബിയിൽ അഭയം പ്രാപിക്കാനാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. മുല്ലമലർ മണം വേശുന്ന ആശിക്കിൻ ആശക്കനാശം നീ ചെയ്തിടല്ല. മുല്ലമലർ മണം വേശുന്ന ആശിക്കിൻ ആശക്കനാശം നീ ചെയ്തിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാറാനി മങ്കയെ കൊന്നിടല്ല. മാണിക്യത്താലിയും മാലയും കണ്ടിട്ട് മാറാനി മങ്കയെ കൊന്നിടല്ല. നബിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ അരുത്. മാത്രമോ ഭൗതിക ലോകത്തിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പളപ്പളിപ്പിൽ രമിച്ച് നീ നിന്റെ ആയുസ്സിനെ ഉരുതി കൊടുക്കരുത്. പൊന്നാരക്കുട്ടിന്റെ പുതുമതരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാര. പൊന്നാരക്കുട്ടിന്റെ പുതുമതരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാര. പുറപ്പെട്ട് പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന പുറപ്പെട്ട് പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിന തരം കണ്ട് കളിയാക്കണ്ട. പുറപ്പെട്ട് പോകുമ്പോൾ നരിക്കുട്ടി കാട്ടുന്ന കഠിന തരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചിപ്പെണ്ണിന് തടുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. താലോലം പാടുന്ന തങ്കച്ചിപ്പെണ്ണിന് തടുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.